അഫാൻ്റെ ഉമ്മ ഷെമിയുടെ സഹോദരൻ ഷമീറാണ് നമുക്കൊപ്പം ഉള്ളത്. ചേട്ടാ, ഒരു ദുഃഖകരമായ സംഭവമാണ്. എപ്പോഴാണ് ചേട്ടൻ ഇത് അറിയുന്നത്? ഗൾഫിൽ നിന്ന് എപ്പോൾ തിരിച്ചെത്തി? ഗൾഫിൽ നിന്ന് ഇന്നലെ രാവിലെ എത്തിയായിരുന്നു. തലേ ദിവസം സംഭവം അറിഞ്ഞ് ന്യൂസുകളെല്ലാം വാർത്തയിൽ കേട്ടാണ്. ഇവിടെ ഫോൺ വിളിച്ചിട്ടൊന്നും ആരും അങ്ങനെ എടുത്തില്ല. പിന്നെ ഒന്ന് രണ്ട് കൂട്ടുകാരെ വിളിച്ച് കാര്യമൊന്നും പറഞ്ഞില്ല. പിന്നെ ഈ മീഡിയ വൺ, അൽഫാസ്, അങ്ങനെയൊക്കെ ഒരുപാട് ചാനലുകൾ നമ്മളവിടെ എല്ലാ ചാനലിൽ നിന്ന് വാർത്ത കണ്ട് അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. ഇതിപ്പോൾ ഈ അഫാന് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിയത്? അങ്ങനെ എന്തെങ്കിലും സൂചനയുണ്ടോ? അങ്ങനെ ഒരു സൂചനയില്ല. അവൻ നല്ല വിദ്യാഭ്യാസവും പഠിക്കുന്നത് അങ്ങനെ നല്ല പയ്യനാണ്. എന്താണ് സംഭവിച്ചതെന്ന് ഒന്നും അറിയില്ല. ജനങ്ങളെ നാട്ടുകാരോട് ചോദിച്ചാലും ആരോട് ചോദിച്ചാലും അവൻ ചിരിച്ചുകൊണ്ടല്ലാതെ ആരോടെയും സംസാരിച്ചില്ല. ഒരു മനുഷ്യരോടെയും അങ്ങനെ പറഞ്ഞില്ല. അവൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചു. ഇവർക്ക് ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് എത്ര കാലമായി ഇങ്ങനെ ഒരു ഞെരുക്കം അനുഭവപ്പെടാൻ തുടങ്ങിയിട്ട്? സാമ്പത്തിക ബുദ്ധിമുട്ട് ഈ കൊറോണ സമയത്ത് അളിയനെത്തി കച്ചവടത്തിലെത്തി ഒരു ബുദ്ധിമുട്ടുകളൊക്കെ വന്നു. അങ്ങനെയുള്ളതേ ഉള്ളൂ. അല്ലാതെ പിന്നെ വേറെ വലുതായിട്ടൊന്നും എനിക്കറിയില്ല. അഫാൻ പറയാണ്ടായിരുന്നു, മാമച്ചി വിസ ഉണ്ടെങ്കിൽ ഒപ്പിക്കണമെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ എൻ്റെ അവിടെയുള്ള സുഹൃത്തുക്കളോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ്റെ കൂട്ടുകാരും ഇതുപോലെ പറഞ്ഞ് വിസ എടുത്ത് റെഡിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കൂട്ടുകാരെന്ന് പറയുമ്പോൾ അഫാൻ ഒത്തിരി സുഹൃത്തുക്കളുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയോ? അതിനെക്കുറിച്ച് എനിക്ക് വലുതായിട്ടില്ല. ഞാൻ ഒരു 8-9 വർഷം കൊണ്ട് ഗൾഫിലാണ്. ലീവിന് വരും, കാറ്ററിങ്ങിനൊക്കെ പോവും, വേറെ ജോലിക്കൊക്കെ പോവും, വണ്ടി ഓടിക്കാനൊക്കെ ഇങ്ങനെ പോകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് വലിയ കൂട്ടുകാർ ആരാണെന്നൊന്നും എനിക്ക് അത്രയ്ക്ക് അറിയില്ല. ഈ റഹീം എന്നാണ് അവസാനമായിട്ട് നാട്ടിൽ വന്നത്? അളിയൻ വന്നിട്ട് ഇപ്പോൾ 7 വർഷമായി. 7 വർഷം. അവനൊന്നും ഇവർ 1-1.5 വർഷം മുമ്പ് ഫാമിലിയായിട്ട് അവിടെ വന്നായിരുന്നു. ഉമ്മറയ്ക്ക് വേണ്ടി. സഹോദരി ഒരു ക്യാൻസർ പേഷ്യൻ്റാണ് എൻ്റെ സഹോദരി. അപ്പോൾ അവിടെ ഒരു ഉമ്മറയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 5-6 മാസം അവർ 2 മക്കളും തള്ളയും അവിടെ അളിയൻ്റെ അടുത്തുണ്ടായിരുന്നു. ഈ റഹീമിന് എത്ര രൂപയുടെ കടമുണ്ടെന്ന് എന്തെങ്കിലും അറിയോ? അത് അളിയന് അങ്ങനെ അറിയില്ല. ഒരു കടം എത്രയാണെന്ന് അറിയില്ല. ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യും. കടത്തിൻ്റെ കാര്യം ബുദ്ധിമുട്ടാണെന്നറിയാം. എന്നാൽ എങ്ങനെയെന്നുള്ള എത്രയെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഈ 2 വർഷം മുമ്പ് റഹീം ഒരു വണ്ടി ബുള്ളറ്റ് എടുത്ത് കൊടുത്തായിട്ട് പറയുന്നുണ്ട്. ആ ബുള്ളറ്റൊക്കെ ഇപ്പോൾ ഉണ്ടോ, വിറ്റോ? ഇപ്പോൾ ഉള്ള വണ്ടി ഏതാണ് ഈ അഫാൻ ഉപയോഗിക്കുന്ന ബുള്ളറ്റ് ഉണ്ടായിരുന്നു. പിന്നെ വേറെ ഒരു ബൈക്ക് കൂടെ ഉണ്ടായിരുന്നു. ആ വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബുള്ളറ്റ് വിറ്റതാണോ ആദ്യത്തെ വണ്ടി? ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലേ ഇപ്പോൾ എങ്ങനെയാണ് ഈ ഒരു വണ്ടി എടുത്ത് കൊടുത്തൊക്കെ എങ്ങനെയാണ്? സാമ്പത്തിക ബുദ്ധി അതിന് മുമ്പാണ് എടുത്തതായിരുന്നു. ഈ മാസം റെൻറ്റിന് ഉണ്ടല്ലോ, ഇമെയിൽ എടുത്ത് അങ്ങനെയൊക്കെയാണ് ഈ ബുള്ളറ്റ് എടുത്തത്. അങ്ങനെയൊക്കെ ഉള്ളതാണ്. ഇവർക്ക് ഈ പലിശ ആരുടെ നിന്നും പലിശക്ക് എടുക്കുമോ? ആ പലിശക്കാരുടെ ഭീഷണി ഉണ്ടായിരുന്നതായോ, ശല്യം ഉണ്ടായിരുന്നോ, അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ ഒന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ ശല്യം ഉണ്ടായിരുന്ന, ഭീഷണി ഉണ്ടായിരുന്നൊന്നും അറിയില്ല. അഫാന് വേറെ എന്തെങ്കിലും കടങ്ങളുണ്ടോ? അതായത് അച്ഛൻ്റെ അല്ലാതെ? അതറിയില്ല. അഫാന് വേറെ കടമുള്ളത്. അവൻ കുഞ്ഞല്ലേ, അതിനുള്ള ഇതല്ലേ ഉള്ളൂ. എൻ്റെ ഇതിലാണ് ഞാൻ പറയണത്. എനിക്ക് അവൻ കുഞ്ഞാണ്. ബാക്കിയുള്ള എനിക്കറിയില്ല. ഈ അഫാനെ പിന്നെ കണ്ടിരുന്നോ? ഇല്ല, കണ്ടില്ല. അഫാനെ കാണാൻ പോകുന്നുണ്ടോ പോലീസ് സ്റ്റേഷനിൽ? എങ്ങനെ തീരുമാനിച്ചില്ല. ഞാൻ എങ്ങനെ കാണണം, എനിക്കെന്തിനു കാണണം? കാണേണ്ട ആഗ്രഹം ഇല്ല. ഇനി ഞാൻ അങ്ങനെയല്ല അവരെ വളർത്തി. പിന്നെ അഫാനുമായിട്ട് ഇനി ഒരു ബന്ധവുമില്ല? ഇനി എന്ത് ബന്ധം? എല്ലാം ഇല്ലാതാക്കി എനിക്കിനി എന്തൊരു ബന്ധം അവനോട്? പിന്നെ അഫാൻ്റെ ഉമ്മയുടെ കാര്യങ്ങൾ മാത്രം നോക്കി ജീവിക്കുക. അത് നോക്കി ജീവിക്കുക. അത് ഇനി ഒരുപാട് ബാധ്യത, ഹോസ്പിറ്റലിൽ ഇത് ബുദ്ധിമുട്ടുകളാണ്. എന്നാൽ കഴിയും എന്തെങ്കിലും സഹായം ചെയ്യണം ഹോസ്പിറ്റലുമായിട്ട്. ഈ അഫാൻ എപ്പോഴെങ്കിലും ഈ പൈസ ആവശ്യപ്പെട്ട് വീട്ടിൽ വഴക്കുണ്ടാക്കിയോ, അങ്ങനെ എപ്പോഴെങ്കിലും പരാതിപ്പെട്ടില്ല? ഒരിക്കലും അങ്ങനെയുള്ളൊരു പയ്യനെ അങ്ങനെ വഴക്ക് പൈസയെന്നും പറഞ്ഞ് അങ്ങനെ വന്നിട്ടില്ല. അങ്ങനെ ചോദിച്ചിട്ടുമില്ല. എന്നാൽ കഴിയണ സഹായങ്ങൾ ഞാൻ ചെന്നത് ചെയ്തു കൊടുക്കും. അവരെല്ലാവരും ഞാനും ചെയ്തു. അവൻ്റെ അനിയന്മാരും ഒക്കെ എല്ലാവരും സഹായിക്കും. അല്ലാതെ വേറെ അങ്ങനെയുള്ള ഒരു പയ്യനല്ല. ഈ ഷെമി എപ്പോഴെങ്കിലും ഈ ഒരു ബുദ്ധിമുട്ടുകൾ പറഞ്ഞിരുന്നു? ഇങ്ങനെ വീട്ടിൽ പൈസയ്ക്ക് നല്ല ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിക്ക്? ബുദ്ധിമുട്ടുകൾ പറയും. അത് പറയും. ജോലിയില്ലാത്ത കാര്യങ്ങളും എല്ലാം ഫാമിലി കാര്യങ്ങൾ പറയും. അവർക്ക് പറയാൻ വരേണ്ടാകുമ്പോൾ പറയും. ഈ അഫാൻ ഇപ്പോൾ ഏതെങ്കിലും ജോലിക്ക് ശ്രമിച്ചു വരികയായിരുന്നോ, അങ്ങനെ എന്തെങ്കിലും അറിയാം? അഫാൻ ഇടയ്ക്ക് വെച്ച് ജോലിക്ക് ശ്രമിക്കുകയായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ച് വെഞ്ഞാറമൂട്ടിലൊരു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വെള്ളം കൊണ്ടുപോകണം, ബോട്ടിൽ വെള്ളം കൊണ്ടുപോകണം ഒരു വണ്ടി ഓടിക്കാൻ പോകുമായിരുന്നു. നിലവിലിപ്പോൾ ജോലിയൊന്നുമില്ല. ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ജോലിയില്ല. പിന്നെ കാറ്ററിങ്ങിന് പോകും. കാറ്ററിംഗ് സർവീസിന് കൂടെ പോകും.
ഈ അഫാൻ എങ്ങനെയാണ് ഇപ്പം പലരും പറയുന്നത് ലഹരി ഉപയോഗിക്കാറുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്, അങ്ങനെ എന്തെങ്കിലും അത് ഒരിക്കലും അറിഞ്ഞൂല, എനിക്കറിഞ്ഞൂല അതിനെക്കുറിച്ച്. ഞാൻ കണ്ടിട്ടുമില്ല. ഇവിടെയുള്ള ജനങ്ങൾ ഒരു നാട്ടുകാരോട് എല്ലാവരും ഇതല്ലേ പറയണം. അങ്ങനെയുള്ളൊരു പയ്യനല്ലെന്നാണ് പറയണത്. എന്ത് സംഭവിച്ചെന്നാണ് എല്ലാവരും പറയണത്. പെട്ടെന്ന് ഇങ്ങനെ ഒരു ആക്രമണം നടത്തുക എന്ന് പറയുമ്പോൾ എന്തെങ്കിലും അത്രത്തോളം ഒരു വലിയ എന്തെങ്കിലും വിഷയം ഉണ്ടായാലല്ലേ? അതിനെക്കുറിച്ച് അറിഞ്ഞൂടാ. ഈ വാർത്തകൾ കേട്ടാണ് ഞാനും ഇതറിഞ്ഞ. ഞാൻ അങ്ങനെയുള്ളൊരു മൈൻഡിന് അല്ല. എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. ഈ പഠനകാലത്ത് എങ്ങനെയായിരുന്നു അഫാൻ? പഠനകാലത്ത് നല്ല ഇതായിരുന്നു, പഠിക്കാനും എല്ലാം എടുക്കാനായിരുന്നു. വട്ടപ്പാറ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, പനവൂർ എഞ്ചിനീയറിംഗ് കോളേജ് അവിടെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, വെഞ്ഞാറോട്ടി പഠിച്ചിട്ടുണ്ട്. ഈ ബന്ധുക്കളുടെ ചടങ്ങ് ആവശ്യങ്ങൾക്കൊക്കെ ഓടിയെത്തുമായിരുന്നു? എല്ലാവരും വരുമായിരുന്നു, ചടങ്ങുകൾക്ക് വരുമായിരുന്നു. ഇവരെപ്പോഴും ഒന്നിച്ചായിരുന്നു, ഈ അനിയനും ചേട്ടനൊക്കെ എപ്പോഴും ഒന്നിച്ചായിരുന്നു? ഒന്നിച്ചായിരുന്നു. അവരൊന്നിച്ചാണ് എവിടെയും പോണതും എടുക്കണതും സാധനങ്ങൾ വാങ്ങാൻ പോണതും എല്ലാം അവർ രണ്ടുപേരും. അഫാൻ ഈ രണ്ടുപേരെയും ഭയങ്കര സ്നേഹമായിരുന്നു, അമ്മയും അനിയനും? സ്നേഹമായിരുന്നു, നല്ല സ്നേഹമായിരുന്നു. ഈ സംഭവം അറിഞ്ഞതിന് ശേഷം റഹീമിനെ വിളിച്ചിരുന്നു? എന്നെ വിളിച്ചായിരുന്നു, അവിടെ വെച്ച് വിളിച്ച് കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല. അപ്പോഴത്തെ സിറ്റുവേഷൻ അതാണ്, സംസാരിക്കാൻ പറ്റില്ല. കഴിവതും കഫയിൽ എനിക്ക് വിളി പഠിച്ച് തന്ന് സുഹൃത്തുക്കളെല്ലാം ടിക്കറ്റ് എടുത്ത് തന്ന് ഞാൻ പെട്ടെന്ന് അങ്ങ് എത്തി. ഞാൻ പോയിട്ടിപ്പോൾ 2 ആഴ്ച ആയില്ല. ഈ പെൺസുഹൃത്തുമായിട്ടുള്ള ബന്ധം അറിയാമായിരുന്നു? അറിയില്ലായിരുന്നു. അതായത് ചേട്ടൻ അറിയില്ലെന്ന് വീട്ടുകാർക്ക് അറിയില്ലെന്ന്? അത് വീട്ടുകാർക്ക് അറിയാമെന്നുള്ള എനിക്കറിയില്ല. എൻ്റെ ഇവിടെ പറഞ്ഞിട്ടുമില്ല. എന്ത് കാര്യം ഉണ്ടെങ്കിലും എൻ്റെ ഇവിടെ പറയണതാണ്. പക്ഷേ എൻ്റെ ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല, അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അമ്മയ്ക്കറിയായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? അറിഞ്ഞൂടാ. എങ്കിൽ പെങ്ങൾ എൻ്റെ ഇവിടെ പറഞ്ഞനായിരുന്നു, ഇതുവരേക്കും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ആശുപത്രിയിലുള്ള പെങ്ങളെ കാണാൻ പോയിരുന്നോ? ആശുപത്രിയിലെ പെങ്ങളെ വന്നുടനെ കണ്ടായിരുന്നു. സംസാരിച്ചോ? സംസാരിക്കാനുള്ള സിറ്റുവേഷൻ അല്ല, ഒന്നും പറയണ മനസ്സിലാവുന്നില്ല. ICUലാണ്. അപകടനിലയൊക്കെ തരണം ചെയ്തു എന്ന് പറയാമെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇപ്പം മെച്ചപ്പെട്ട് വരുന്നെന്ന് പറയുന്നു ഡോക്ടർ. പുറത്ത് വലുതായിട്ടൊന്നും വിട്ടിട്ടില്ല. എന്തെങ്കിലും ചോദിച്ചായിരുന്നോ അതോ ചോദിച്ച് കുഞ്ഞുങ്ങളെ ചോദിച്ചു, രണ്ടുപേരെയും ചോദിച്ചു. അഫാനെയും ചോദിച്ചു? രണ്ടുപേരെയും ചോദിച്ചു. പറയുന്നത് വലുതായിട്ട് മനസ്സിലാവില്ല. ഈ വാർത്ത അറിഞ്ഞായിരുന്നു ഇങ്ങനെ അനിയൻ പോയി എന്നുള്ള കാര്യം? പറഞ്ഞില്ല, പറഞ്ഞിട്ടില്ല. ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ ആശുപത്രിയിൽ ആരൊക്കെയാണുള്ളത്? ഇപ്പോൾ ആശുപത്രിയിൽ എൻ്റെ ഇളയ സഹോദരിയുടെ ഭർത്താവുണ്ട്, അളിയന്മാരൊക്കെ ഇവിടെ ഉണ്ട്. കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ടേക്ക് പോകും? കുറച്ച് കഴിയുമ്പോൾ ഞാൻ വീണ്ടും പോകും. ഡോക്ടർമാരെന്താണ് പറയുന്നത്? ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു വരുന്നു തന്നെയല്ലേ? വരുന്നു, പ്രതീക്ഷിക്കാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ പറയുന്നു എല്ലാവരും, അങ്ങനെ പറയുന്നു. പിന്നെ ഈ വ്യക്തമായിട്ട് എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ ഈ ഒരു കാരണം എന്താണെന്ന് ചേട്ടനും അറിയില്ല. ഒരു കാരണം അറിയില്ല. ഈ വാർത്ത കേട്ടാണ് ഞാൻ അറിയുന്നത്. അങ്ങനെയാണ്, അല്ല വേറെ പ്രത്യേകിച്ച് എനിക്ക് ഒന്നും അറിയാൻ പറ്റില്ല. ഈ 2 കുട്ടികളെ അന്വേഷിച്ചപ്പോൾ എന്താണ് ചേട്ടൻ പറഞ്ഞത് മറുപടിയായിട്ട്? ഞാൻ പറഞ്ഞു ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് എന്താണ് പറയണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, സംസാരം ക്ലിയർ ആവുന്നില്ല. ഒരു മൂളൽ മാത്രമേ ഉള്ളൂ, വലുതായിട്ടുള്ളൊരു മൂളൊക്കെ മാത്രമാണ്. അപ്പോൾ എന്തായാലും ഈ അഫാൻ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു അറിവില്ല. എന്താണെന്നുള്ള ഒരു അറിവുമില്ല. എന്തായാലും വളരെ സൗമ്യനായ ഒരു കുട്ടിയാണ് അഫാൻ എന്നുള്ളതാണ് ബന്ധുക്കളടക്കം പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു കൊടും ക്രൂരത ഈ അഫാൻ ചെയ്തത് എന്നൊരു കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ക്യാമറമാൻ റീജു നാഗപ്പനൊപ്പം റിപ്പോർട്ടർ അശ്വിൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.